ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതും ഇൻഡക്ഷൻ സ്റ്റൗവിൽ തന്നെ എങ്ങനെയാണ് കുക്കിംഗ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. അതിൽ ഇൻഡക്ഷൻ സ്റ്റൗ എങ്ങനെ ഓൺ ആക്കാം, എങ്ങനെ നമുക്ക് ഫ്രൈയും ചെയ്യാൻ ഉപയോഗിക്കാം, നമുക്ക് ചോറ് വയ്ക്കാൻ ഉപയോഗിക്കാം, അതേപോലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ ഉപയോഗിക്കാം, അതേപോലെ ഓരോ സംഭവങ്ങളൊക്കെ നമുക്ക് വേവിക്കാനും കടലയോ പരിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേവിക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ ഔട്ട്സൈഡ്. ആദ്യം നമ്മൾ ഇൻഡക്ഷൻ സ്റ്റൗ ഓൺ ചെയ്യുക. പിന്നെ അതിന് ശേഷം നമ്മൾ ഇതിലൊരു ഓൺ ബട്ടൺ ഉണ്ടാവും. ഞാൻ വി ഗാർഡിൻ്റെ ഇൻഡക്ഷൻ സ്റ്റൗ ആണ് ഉപയോഗിക്കുന്നത്. അതിൽ ഈ ഓൺ ബട്ടൺ ആദ്യം ഓൺ ചെയ്യുക. ദെൻ മാനുവലായിട്ട് നമുക്കിതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുണ്ടാവും. നമ്മളൊരു അടി കട്ടിയുള്ളൊരു പാത്രം അതിൻ്റെ മേലെ വെച്ചാൽ മാത്രമാണ് നമുക്ക് എല്ലാ ബട്ടൺസും നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ആ ഒരു റൗണ്ട് കൊടുത്തിട്ടുണ്ട്. ആ റൗണ്ടിന് മേലെ വേണം നമ്മൾ നമ്മുടെ പാത്രം വയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മാനുവൽ നമുക്ക് എത്ര അതിൻ്റെ ചൂട് ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതിൻ്റെ വാട്ട്സ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1400 വരെ ഇതിൽ പോകുന്നുണ്ട്. അതേപോലെ 120 വരെ കുറയുന്നുണ്ട്. അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. മാനുവലിൽ പോവാം. പിന്നെ നമുക്ക് എന്തെങ്കിലും ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷനാണ്. നമുക്ക് എന്തെങ്കിലും ഫ്രൈ ചെയ്യാനുണ്ടെങ്കിൽ ആ ഫ്രൈ എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു 200 ഡീഫോൾട്ടായിട്ട് വരും. പക്ഷേ ഹീറ്റ് എന്ന് പറയുന്നത് നല്ല രീതിക്ക് ഹീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. മാനുവലിലാവുമ്പോൾ ഹീറ്റ് ആവും, കുറയും. പക്ഷെ ഫ്രൈയിൽ എന്ന് പറയുമ്പോൾ 200 പറഞ്ഞാൽ 200 ത്രൂ ഔട്ട് ആയിക്കൊണ്ടിരിക്കും. പിന്നെ റൈസിന് 1000 നമുക്ക് അതേപോലെ 600 800 ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. റൈസ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഒരു സ്റ്റീമിങ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓഫ് ആയിക്കോളും. പിന്നെ നമുക്ക് ടൈമർ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ റൈസ് ഓപ്ഷനിൽ തന്നെ ടൈമർ നമുക്കൊരു 45 മിനിറ്റ്സോ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് ഓഫ് ആവണമെന്നുണ്ടെങ്കിൽ അത് ഓഫ് ആയിക്കോളും. നമുക്ക് റൈസ് അല്ല, നമുക്ക് വോൾട്ട് യൂണിറ്റ്സും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എത്ര യൂണിറ്റ്സ് ഇതിൽ വേണമെന്നുള്ളത്. പക്ഷെ അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. ഇപ്പോൾ ബൈ ചാൻസ് നമ്മൾ ചപ്പാത്തിയൊക്കെ ചുടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ട്രൈപ്ലൈ പാൻ പോലെയുള്ള പാനൊക്കെ വെച്ചിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ ചുടുകയാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ ഓപ്ഷൻ ഉണ്ട്. അതാകുമ്പോൾ ത്രൂ ഔട്ട് ഹീറ്റ് വരും, പക്ഷെ കരിയില്ല. അങ്ങനെ നമുക്ക് ഓപ്ഷനിൽ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ ഇഡ്ഡലി സ്റ്റീം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇഡ്ഡലീൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ബോയിലിംഗ് ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഇങ്ങനെ കടല അങ്ങനെയുള്ളതൊക്കെ നമുക്ക് കുക്കറില്ലാണ്ടൊക്കെ വെക്കാൻ പറ്റും. നമ്മൾ ഓപ്പൺ ആയിട്ട് തന്നെ ഒരു നല്ല അടി കട്ടിയുള്ളൊരു പാത്രത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ബോയിലിംഗ് ഓപ്ഷനിൽ നമുക്ക് വെച്ചിട്ട് അത് കുറേ നേരം അത് തിളച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ നമുക്ക് ഇതേ സ്ഥാനത്ത് നമ്മൾ ടൈമർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ്സ് ബോയിൽ ഓപ്ഷനിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിക്കോളും. അങ്ങനെ നമ്മൾ മാനുവലിൽ വെച്ചിട്ടും ടൈമർ വെച്ചിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതൊന്നും വേണ്ട, മാനുവലിൽ മതി എന്നുണ്ടെങ്കിൽ മാനുവലിൽ മതി. പിന്നെ ഓഫ് ആക്കണമെങ്കിൽ ഓഫ് ബട്ടണിൽ ഓഫ് ചെയ്താൽ മതി. അങ്ങനെയാണ് ഈ ഇൻഡക്ഷൻ സ്റ്റൗവിൽ ഞാനിപ്പോൾ റീസെൻറ്റ് ടൈംസിൽ ഞാൻ 1 മന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒരു പ്രശ്നമില്ല. എല്ലാ കുക്കിങ്ങും നമുക്കിതിൽ ചെയ്യാൻ പറ്റും. പിന്നെ അതിനുശേഷം ഇത് എംപ്റ്റി ആയതിനു ശേഷം നമുക്ക് നല്ല നീറ്റായിട്ട് എല്ലാം തുടച്ച് ക്ലീൻ ചെയ്ത് വെച്ചാൽ മതി. പിന്നെ അതേപോലെ നമ്മൾ ചപ്പാത്തി ഇപ്പോൾ ചുടാൻ പോവുകയാണ്. ഇതേപോലെ ട്രൈപ്ലൈ പാനിൽ വേണം നമ്മൾ ചുടാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ ആ ഒരു നമുക്ക് ആ ഹീറ്റിംഗ് ഒക്കെ ഓൺ ആവുള്ളൂ. അല്ലെങ്കിൽ എംപ്റ്റി എന്നുള്ള എന്നുള്ളൊരു സിഗ്നൽ തന്നെ കാണിക്കും. അപ്പോൾ നമ്മൾ ചപ്പാത്തി ചുടുന്നതിന് മുന്നേ നമ്മൾ CP ചപ്പാത്തിയുടെ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. ട്രൈപ്ലൈ പാനിലായതുകൊണ്ട് നമുക്ക് ചപ്പാത്തി ചുടാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴച്ച് പരത്തി നമ്മൾ ചപ്പാത്തി ചുടുന്ന ഓപ്ഷനൊക്കെ ഓൺ ചെയ്ത് ട്രൈപ്ലൈ പാനിൽ നമ്മൾ ചപ്പാത്തി ചുടുകയാണ് കേട്ടോ. ചെറിയ റൗണ്ട് ആയതുകൊണ്ടാണ് അങ്ങനെ ചുളിഞ്ഞിട്ടൊക്കെ വരുന്നത്. കുറച്ചും കൂടി വലിയ ട്രൈപ്ലൈ പാൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് ചുടാൻ പറ്റുന്നുണ്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ഒരു 10-15 ചപ്പാത്തിയൊക്കെ നമ്മൾ ചുട്ടു ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ കറികളും നമുക്ക് ഈ ട്രൈപ്ലൈ പാനിൽ തന്നെ നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ. അത് ഞാൻ ലാസ്റ്റ് ഒരു അറ്റാച്ച്മെൻറ്റിൽ കാണിച്ചു തരാം.
വന്നിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ചൂടായി നമുക്ക് കിട്ടുന്നുണ്ടോ. സാധാരണ നമുക്ക് സ്റ്റൗ പോലെയല്ല, നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാം നമുക്ക് ഈ കുക്കിംഗ് നമുക്ക് കഴിയുന്ന പോലെ തോന്നുന്നുണ്ട്. ചപ്പാത്തി പെട്ടെന്ന് ആവുന്നതുകൊണ്ട് തന്നെ നമ്മൾ വേഗം വേഗം മറിച്ചിടാണ് ഇപ്പോൾ ചെയ്യുന്നത്. കുറച്ചും കൂടി റൗണ്ടുള്ള ഫ്രൈ പാനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് ചപ്പാത്തിയൊക്കെ റൗണ്ടിൽ വരുന്നതാണ്. ഇത് കുറച്ച് ചെറിയ ഫ്രൈ പാനാണ് കേട്ടോ. അതേപോലെ ആ ഇൻഡക്ഷൻ സ്റ്റൗവിൻ്റെ കറക്റ്റ് ആ റൗണ്ടിൽ തന്നെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കിംഗ് നല്ല രീതിക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. അങ്ങനെ ചുറ്റുമൊക്കെ നന്നായി അമർത്തി വിട്ടതിന് ശേഷം മറിച്ചിടുമ്പോൾ നന്നായി പൊള്ളി വരുന്നുണ്ട് കേട്ടോ. ചില ചപ്പാത്തിക്ക് ഞാൻ കുറച്ചുകൂടി ചെറിയ ചപ്പാത്തി ചുട്ടുന്നത് നല്ല രീതിക്ക് വന്നിട്ടുണ്ടായിരുന്നു. then ഈ ട്രൈപ്ലൈ പാൻ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ കറിയും ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ നമുക്ക് എണ്ണ ഒഴിച്ച് താളിക്കാനൊക്കെ ഈ ട്രൈപ്ലൈ പാനിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻഡക്ഷൻ സ്റ്റൗവിൽ ആവുമ്പോൾ നമുക്ക് അതിന് പറ്റിയ പാത്രങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പാത്രമാണ് ഈ ട്രൈപ്ലൈ പാന്. ചപ്പാത്തി പക്ഷേ ദോശയൊന്നും നമുക്ക് ചുട്ട് കഴിഞ്ഞാൽ കിട്ടില്ല. ചപ്പാത്തി പത്തിരിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഹോസ്റ്റലേഴ്സ് അപ്പാർട്ട്മെൻറ്റിലൊക്കെ ഇരിക്കുന്നവർക്ക് ഗ്യാസ് എടുക്കാൻ പറ്റാത്തവർക്കൊക്കെ ഇങ്ങനെ ഒരു ട്രൈപ്ലൈ പാനും അതേപോലെ അടികട്ടിയുള്ള ഒരു സ്റ്റീലിൻ്റെ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇൻഡക്ഷൻ സ്റ്റൗവിൽ കുക്ക് എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. ദോശയൊക്കെ ചുടാൻ നമ്മൾ ദോശ ചുടുന്ന ഇൻഡക്ഷൻ സ്റ്റൗവിൽ വയ്ക്കാൻ പറ്റിയ ദോശ ചുടുന്ന ആ ഒരു കല്ല് ആണ് നമുക്ക് നല്ലത്. കല്ലല്ല, ഒരു പാന്. അല്ലാതെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ട്രൈപ്ലൈ പാനിൽ ഞാൻ ചുട്ട് നോക്കിയിട്ടായിരുന്നു, പക്ഷേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് സക്സസ്ഫുള്ളി നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തു. അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. ഓയിൽ ഒഴിച്ചിട്ടും നമുക്ക് ചുടാൻ പറ്റും, ഓയിൽ ഇല്ലാണ്ട് നമുക്ക് ചപ്പാത്തി ചുടാൻ പറ്റും. നമ്മൾ അതേ പാനിൽ തന്നെ സവോള, തക്കാളി, പച്ചമുളക് മാത്രം വെച്ചുകൊണ്ട് ഒരു ചപ്പാത്തിക്കുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു ഈസി റെസിപ്പിയാണ്, ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണ്. അതിൽ കുറച്ച് ഗരം മസാല, ഉപ്പ്, മുളക്, അതേപോലെ മല്ലിപ്പൊടി എല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയിടുക. നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചതിന് ശേഷം, ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല, കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചതിന് ശേഷം ലാസ്റ്റ് കുറച്ച് നമ്മളെല്ലാം വറ്റി വന്ന് അത് വെന്തതിന് ശേഷം ഇത്തിരി ഓയിൽ ഒഴിച്ച് ഇറക്കുകയാണ് ചെയ്യുക. കുറച്ച് പെരിഞ്ചീരകം ഇട്ടാൽ നന്നായിരിക്കും. ഗരം മസാല ലാസ്റ്റ് ഇത്തിരി തൂവി കൊടുക്കാം. ഞാൻ ഈ ട്രൈപ്ലൈ പാനും ഇൻഡക്ഷൻ സ്റ്റൗവും വെച്ചിട്ട് നമ്മൾ ചപ്പാത്തി, അതേപോലെ കടല, അതേപോലെ ചപ്പാത്തിക്കുള്ളൊരു സൈഡ് ഡിഷായിട്ടുള്ള ഉള്ളിക്കറിയും എല്ലാം നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു കേട്ടോ. LPG ക്ഷാമം രൂക്ഷമായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇൻഡക്ഷൻ സ്റ്റൗവിൽ തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. അതേപോലെ ഹോസ്റ്റലേഴ്സ്, അപ്പാർട്ട്മെൻറ്റ് ലൈഫിലുള്ളവർ, അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കേട്ടോ.